വിമർശനങ്ങൾക്കും പഴിചാരലുകൾക്കുമൊക്കെ ഒടുവിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തുമെന്നാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പിന് മുൻപും ഫലം വന്നതിനു ശേഷമൊക്കെയായി CPM-നെതിരെ കടുത്ത വിമർശനങ്ങളാണ് വെള്ളാപ്പള്ളി ഉയർത്തിയത്. സാധാരണ ജനങ്ങളുമായുള്ള ബന്ധം കുറഞ്ഞുവെന്നും മുസ്ലിം വിഭാഗത്തെ CPM പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു എന്നതും അടക്കം CPM-ന് വെള്ളാപ്പള്ളിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നതൊന്നും ചില്ലറയായിരുന്നില്ല. 2026 വീണ്ടും LDF അധികാരത്തിൽ വരുമെന്നും കൂടാതെ ത്രികോണ മത്സരങ്ങൾ ഇടതുപക്ഷം അധികാരത്തിൽ എത്തുന്നതിന് സഹായിക്കുമെന്നും NDA ഇടതുപക്ഷത്തിന് ഐശ്വര്യമാണെന്നുമാണ് വെള്ളാപ്പള്ളി ഇന്നലെ പറഞ്ഞത്. SNDP-യിലുള്ള 90% ആളുകളും CPM അനുകൂലികളാണ്. താൻ ഒരു പാർട്ടിയുടെയും വാലോ ചൂലോ ആയി പ്രവർത്തിക്കുന്ന ആളല്ല എന്നുമാണ് വെള്ളാപ്പള്ളി ഇന്നലെ വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങൾക്കും വിലയിരുത്തലുകൾക്കും ഒക്കെ ഒടുവിലായി CPM മാറണമെന്നും തെറ്റ് തിരുത്തണമെന്നും 4 ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നു. ഈ പോക്ക് പോയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പാകട്ടെ മുൻകാലങ്ങളിൽ തിളങ്ങിയതുപോലുള്ള ഒരു അനുഭവമായിരിക്കില്ല ഇത്തവണയുമെന്ന് തിരിച്ചറിഞ്ഞ CPM തെറ്റ് തിരുത്തലുകളിലേക്ക് കടന്നിരിക്കുകയാണ്. പൊതുവെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് UDF-നാണ് അനുകൂലമാകാറുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നേരിടുമ്പോൾ LDF-നോടുള്ള ചായ്വാണ് കേരളം പ്രകടിപ്പിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ പഴയതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ CPM-ന്റെ വോട്ട് ബാങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. CPM-ന്റെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഈഴവ സമൂഹത്തിന്റെ വോട്ട് കുറഞ്ഞതും ഫലം വന്നപ്പോൾ LDF-നെ ജനങ്ങളിൽ നിന്നും അകറ്റി നിർത്തി. എന്നാൽ ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത്തരമൊരു സാഹചര്യം ഉടലെടുക്കാതെ മുൻപോട്ട് പോകാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഈഴവ സമുദായം CPM-ൽ നിന്ന് അകലുന്ന പശ്ചാത്തലത്തിൽ SNDP-യിൽ ഇടപെടലിനൊരുങ്ങിയിരിക്കുകയാണ് CPM. പാർട്ടി കേഡർമാരായ ശാഖ അംഗങ്ങളുടെ യോഗം വിളിക്കാനുള്ള നിർണായകമായ നീക്കമാണ് CPM ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെയാണ് ഈ നിർണായകമായ നീക്കം. ഏറെക്കാലമായി തമ്മിൽ പഴിചാരിയും വിമർശിച്ചും പോയിക്കൊണ്ടിരുന്ന വെള്ളാപ്പള്ളിയും CPM-ഉം തമ്മിലുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾ സംഭവിച്ചിരിക്കുകയാണ്. ഇരു കൂട്ടരും തമ്മിൽ ഉടനെ ഒരു സമവായ സാധ്യത ഇല്ല എന്ന് തെളിയിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴായി ഉടലെടുത്തിരുന്നു. അത്തരം സാധ്യതകളെ എല്ലാം തള്ളിക്കൊണ്ടാണ് വളരെ ശ്രദ്ധേയമായ പ്രസ്താവനകൾ ഇന്നലെ വെള്ളാപ്പള്ളി മുൻപോട്ട് വെച്ചത്. CPM-നും സർക്കാരിനും അനുകൂലമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവന പുറപ്പെടുവിച്ചെങ്കിലും തൽക്കാലം അത് CPM മുഖവിലേക്ക് എടുക്കാൻ സാധ്യത ഇല്ല എന്ന് തന്നെ വിലയിരുത്താൻ സാധിക്കും. SNDP-യിൽ CPM നടത്തുന്ന ഇടപെടലുകളിൽ ഭയമുള്ളതുകൊണ്ടാണ് വെള്ളാപ്പള്ളി അനുനയത്തിന് ശ്രമിക്കുന്നതെന്നാണ് ഒരു വലിയ വിഭാഗത്തിന്റെ വിലയിരുത്തൽ. BDJS-ഉം വെള്ളാപ്പള്ളിയുടെ മകനായ തുഷാർ വെള്ളാപ്പള്ളിയും BJP ക്യാമ്പിൽ തന്നെ ആയതിനാൽ അത്രയും കാലം വെള്ളാപ്പള്ളിയുമായി CPM ഒരു പരസ്യ സഹകരണത്തിന് മുതിർന്നേക്കാനുള്ള സാധ്യത കുറവാണ്. SNDP യോഗത്തിൽ സമ്മർദ്ദം ശക്തിയാക്കാൻ CPM അണികളിലൂടെ ശ്രമിക്കുകയും ചെയ്യും. CPM-ഉം പിണറായി വിജയനും ശൈലി മാറ്റേണ്ട കാര്യമില്ല എന്നായിരുന്നു ഇന്നലെ വെള്ളാപ്പള്ളി പറഞ്ഞത്. SNDP യോഗം തെരഞ്ഞെടുപ്പിൽ ഇടപെടണമെന്ന സന്ദേശം പാർട്ടി അണികൾക്കും നേതാക്കൾക്കും ഇന്നലെ CPM നൽകിയിരുന്നു. ഇതിന്റെ പ്രതിഫലനമാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ ഉള്ളതെന്നാണ് CPM-ന്റെ നിഗമനം. ഇന്നലെ വരെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ പരിഹസിച്ച വെള്ളാപ്പള്ളിയാണ് പൊടുന്നനെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊന്നും വിശ്വാസത്തിൽ എടുക്കാനോ അത് കണക്കിലെടുക്കാനോ CPM-ൽ ഉള്ളിലെ ഒരു പ്രബല വിഭാഗം മുതിരുന്നില്ല എന്നതാണ്. ഇതിനിടയിൽ യോഗ നേതൃത്വത്തിൽ തിരിച്ചടി ഉണ്ടാകാതെ ഇരിക്കാനുള്ള ശ്രമമാണെന്നും വിലയിരുത്തലുണ്ട്. അതിനിടെ വെള്ളാപ്പള്ളിയുടെ പതിവിന് വിപരീതമായി ഉണ്ടായ പുതിയ പ്രസ്താവന BJP-യും ഞെട്ടിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി ഇന്നലെ നടത്തിയ CPM അനുഭാവപൂർണമായ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ CPM വിമർശനത്തിന്റെ മൂർച്ച കുറയ്ക്കില്ല. BJP-യുമായുള്ള വെള്ളാപ്പള്ളിയുടെ ബന്ധത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യമായി തന്നെയാണ് വിമർശിച്ചത്. ഇതിനുശേഷം ഗോവിന്ദനെ വെള്ളാപ്പള്ളിയും പരിഹസിച്ചു. എന്നാൽ പെട്ടെന്ന് വെള്ളാപ്പള്ളി CPM അനുകൂലമായ ഒരു പ്രസ്താവന നടത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിമർശനം തൽക്കാലം CPM വെള്ളാപ്പള്ളിക്കെതിരെ നടത്തിയേക്കില്ല. എന്നാൽ യോഗത്തിലെ ഇടപെടലുകൾ തുടരുകയും ചെയ്യും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് ചോർന്നിരുന്നു. ഇത് BJP-ക്ക് വോട്ട് വിഹിതം കൂട്ടി. ഈ വീണ് കിട്ടിയ അവസരം അനുകൂലമാക്കിക്കൊണ്ട് ഇനിയും നേട്ടമുണ്ടാക്കാമെന്ന് BJP-യും പ്രതീക്ഷിച്ചപ്പോഴാണ് വെള്ളാപ്പള്ളിയുടെ പിണറായി അനുകൂല പ്രസ്താവന. ഇത് BJP-ക്കും അപ്രതീക്ഷിത തിരിച്ചടിയായെന്ന് തന്നെ വിലയിരുത്താൻ സാധിക്കും.